പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. അച്ഛാ, അച്ഛൻ എന്നോട് സത്യം ചെയ്തതല്ലേ എൻ്റെ അലൂഷ് ചായനെ കൊണ്ടുപോയി കാണിക്കാമെന്ന്. എന്നിട്ട് എന്താ പോകാത്തത്? പറഞ്ഞു തന്നേ, എന്നോട് പറഞ്ഞേ. പൗർണമിയാണെങ്കിൽ ബാബുരാജൻ്റെ തോളിൽ പിടിച്ച് ശക്തിയായി കുലുക്കുകയാണ്. മോളെ, അലോഷി ബാംഗ്ലൂരിലാണ്, ഇന്ന് രാത്രിയിലെത്തും. ഇവിടെ വന്ന് എൻ്റെ മോളെ കണ്ടിട്ടേ അലോഷി അവൻ്റെ വീട്ടിലേക്ക് പോകുള്ളൂ. സത്യം? വിടർന്ന മിഴികളോടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ ബാബുരാജനെ നോക്കി. സത്യം, ഇന്ന് രാത്രിയിൽ അലോഷി വരും. എൻ്റെ മോളെ കാണും കേട്ടോ. അയാൾ പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. അച്ഛനൊരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കുമോ? എന്താ അച്ഛാ? എത്ര ദിവസമായി എൻ്റെ മോൾ എന്തെങ്കിലും കഴിച്ചിട്ട്? അമ്മ ഭക്ഷണം എടുത്തു തരും, കഴിക്കാമോ മോളെ? ഇല്ല, എൻ്റെ അലോഷ് ചായം വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോളാം, വയറ് നിറച്ച് കഴിച്ചോളാം. അച്ഛൻ്റെ പൊന്നു മോളല്ലേ, കഴിക്കടാ. ഇല്ല, എനിക്കൊന്നും വേണ്ടെന്നേ, വിശപ്പില്ലാഞ്ഞിട്ടാണ് അച്ഛാ. ഉമ്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിൽക്കുകയാണ്. എത്ര ദിവസമായി എൻ്റെ കുഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ട്? എങ്ങനെ ഓടി നടന്ന് വളർന്ന പെൺകുട്ടിയാ. ഒരു നിമിഷം കൊണ്ട് എല്ലാം താറുമാറായിപ്പോയി. ജോലിക്കാരിയായിട്ട് പണം സമ്പാദിച്ച് അച്ഛനെ അമ്മയെ രക്ഷിക്കാൻ പോയവരാണ്. അവസാനം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ നീ തകർത്ത് കളഞ്ഞല്ലോ ദൈവമേ. എന്ത് തെറ്റാണ് ഞങ്ങളെല്ലാവരും നിന്നോട് ചെയ്തത്? ഉമ്മയുടെ ചുടുകണ്ണീർ കവളിലൂടെ അരിച്ചിറങ്ങി. അന്നും അലോഷി വരുമെന്ന് പറഞ്ഞ് പറ്റിക്കുക മാത്രമേ ബാബുരാജിന് കഴിഞ്ഞുള്ളൂ. രാത്രി 1 മണി വരെ പൗർണമി കണ്ണടയ്ക്കാതെ അവൻ വരുന്നതും കാത്തിരുന്നു. എന്നിട്ട് അവനെ കാണാഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. കരഞ്ഞ് നിലവിളിച്ച് ശബ്ദമുണ്ടാക്കി അയൽക്കാരൊക്കെ ഓടിക്കൂടി. ഇതെന്ത് ഏർപ്പാടാണ് ബാബുരാജ്? ഈ കുട്ടി ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടമാണ്. നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഇതിനെ കാണിക്കുക. ഈ പാതിരാത്രിയിൽ ഇങ്ങനെ ബഹളം വെച്ചാലേ നാട്ടുകാർക്ക് കിടന്നുറങ്ങണ്ടേ? അടുത്ത വീട്ടിലെ രാജൻ ചേട്ടൻ അനിഷ്ടത്തോടെ ബാബുരാജനോട് പറഞ്ഞു. മറുപടിയൊന്നും പറയാതെ മുഖം കുനിച്ച് നിൽക്കുക മാത്രമേ ആ പാവങ്ങൾക്ക് 2 ആൾക്കും കഴിഞ്ഞിരുന്നുള്ളൂ. എൻ്റെ അച്ഛൻ എന്തിനാ വഴക്ക് പറയുന്നത് എന്ന് ചോദിച്ച് പൗർണമി ഒരു കല്ലെടുത്ത് രാജൻ്റെ നേർക്കെറിഞ്ഞു. കൃത്യം അത് അയാളുടെ നെറ്റിന്മേലാണ് പതിച്ചത്. അയാൾ ഉറക്കെ കരഞ്ഞുപോയി. ദൈവമേ, ഇതെന്താ എൻ്റെ മോളെ നീ കാട്ടിക്കൂട്ടിയത്? പൗർണമിയെ ബാബുരാജ് അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അച്ഛാ, ഈ ദുഷ്ടൻ എന്തിനാ എൻ്റെ അച്ഛനെ വഴക്ക് പറയുന്നത്? ഇവനെ ഞാനിന്ന്... വീണ്ടും ബാബുരാജിൻ്റെ കൈ വിടുവിപ്പിച്ചുകൊണ്ട് അവൾ പാഞ്ഞു. മോളെ, അവിടെ നിന്നേ, അച്ഛൻ്റെ പൊന്നു മോളെ. എടാ, നീ എൻ്റെ അച്ഛനോട് വഴക്കുണ്ടാക്കാൻ വന്നതാ അല്ലേടാ? രാജൻ്റെ ഇരു കോളറിലും പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പല്ലെറിഞ്ഞ അവൾ. ആളുകളൊക്കെ ചേർന്ന് ഒരു പ്രകാരത്തിലാണ് പൗർണമിയെ പിടിച്ചു മാറ്റിയത്. ബാബുരാജെ, ഈ പെണ്ണിനെ എത്രയും പെട്ടെന്ന് വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോയി ചങ്ങലിക്കിട്. ഇല്ലെങ്കിലേ ഇവള് ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ളത് പറയാനാവില്ല. ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുക്കാൻ പോവാ, അല്ലാണ്ട് വേറെ വഴിയില്ല. ആളുകൾ പലരും മുറുമുറുത്തു. അന്ന് രാത്രിയിലും ഉറങ്ങാതെ പൗർണമി അവനെ കാത്തിരുന്നു. ഇച്ചായം കെട്ടിത്തന്ന താലിയാ കണ്ടോ? അവൾ മാലയെടുത്ത് അവരെ ഉയർത്തി കാണിച്ചു. മോളെ, ഉറങ്ങിക്കേ, ഇല്ലെങ്കിൽ എൻ്റെ മോൾക്ക് അസുഖം വരൂടാ. ഉമയും ബാബുരാജും മാറി മാറി പറഞ്ഞു നോക്കി. ഉറക്കളയ്ക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശരിയായ ഭക്ഷണവും ഉറക്കവും കിട്ടാത്തതിനാൽ പൗർണമിയുടെ ആരോഗ്യനില ഒന്നിനൊന്ന് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അലോഷി ഒന്നു വന്ന് കണ്ടിരുന്നെങ്കിൽ തൻ്റെ മകൾക്ക് ഒരുപാട് മാറ്റം വരുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുവാനുള്ള യോഗ്യത പോലും തങ്ങൾക്കില്ല. അലോഷിയുടെ പപ്പയുടെ മരണത്തിന് കാരണക്കാരൻ താനായതുകൊണ്ട് അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും അറിയില്ല. അതായിരുന്നു ബാബുരാജനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയത്. ബാബുചേട്ടാ, എന്തു വന്നാലും നമുക്ക് സഹിക്കാം. എങ്ങനെയെങ്കിലും അലോഷിനെ ഇവിടേക്കൊന്ന് വിളിക്കണ്ടേ? നമ്മുടെ മോളെ ഒന്നും വന്ന് കണ്ടില്ലെങ്കിൽ ഈ കിടപ്പ് കിടന്ന് അവൾ മരിച്ചു പോകും. അവളെ എന്നേക്കുമായി നഷ്ടമാകും. അതുകൊണ്ടല്ലേ പറയുന്നത്? ഉമ്മ ഉറക്കെ കരയുകയാണ്. അലോഷി വന്ന് സംസാരിച്ചിട്ട് മോളെ
ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രം മതി. ബാക്കി കാര്യമൊക്കെ നമുക്ക് നോക്കാം. ചേട്ടനൊന്ന് പോണം. പോകാം, നീ കരയാതെ. മോളുടെ അടുത്തേക്ക് ചെല്ല്. ഇച്ചായ. പൗർണമിയുടെ ശ്വാസം കവളി തട്ടിയതുപോലെ തോന്നിയപ്പോൾ അലോഷ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. സമയം അപ്പോൾ വെളുപ്പിന് 5 മണിയായിരുന്നു. മിക്കവാറും ഈ ദിവസങ്ങളിൽ അവളെ സ്വപ്നം കാണാറുണ്ട്. അവൾക്ക് അവസാനമായി കൊടുത്ത ചുംബനം ഓർത്തുകൊണ്ടാണ് എന്നും കിടന്നുറങ്ങുന്നത്. അതുകൊണ്ടാവും ഇങ്ങനെ സ്വപ്നത്തിൽ വന്നു പോകുന്നത്. ഒരു നെടുവീർപ്പോടു കൂടി അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഫോൺ കയ്യിലെടുത്ത് വാട്സപ്പ് തുറന്നു നോക്കി. എല്ലാ ദിവസവും ഈ പതിവുണ്ട്. പൗർണമിയുടെ ഒരു മെസ്സേജെങ്കിലും ഒന്നും വന്നിരുന്നെങ്കിലും ഓർക്കും. അന്നും നിരാശയായിരുന്ന ഫലം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും താൻ പിന്നെയും അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നോ ആൻസർ ആയിരുന്നു. അതാണ് അവനെ സങ്കടപ്പെടുത്തിയത്. പൗർണമിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്രയൊക്കെ തടഞ്ഞാലും ശരി, അവൻ്റെ മിഴിക്കോണുകളിൽ കണ്ണുനീർ മുട്ടിടും. മെല്ലെ എഴുന്നേറ്റ് അവൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. പപ്പയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്നുകൊണ്ട് അല്പനേരം പ്രാർത്ഥിച്ചു. മമ്മിയിരുന്ന് കൊന്ത ചെല്ലുന്നത് അവൻ കണ്ടു. അവരെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും മുറിയിലേക്ക് പോന്നു. കാലത്തെ 10 മണിയായപ്പോൾ അലൂഷയും അമ്മയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം അപ്പയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരാന്തയിലിരിക്കുകയാണ്. ആ സമയത്തായിരുന്നു ഒരു ഓട്ടോറിക്ഷ ഗേറ്റ് കിടന്നകത്തേക്ക് വന്നത്. അലൂഷയും അമ്മയും മുഖം തിരിഞ്ഞു നോക്കിയപ്പോൾ ബാബുരാജനെയായിരുന്നു അവർ കണ്ടത്. പൗർണമിയുടെ അച്ഛനല്ലേ അത്? ആൻസി പിറുപിറുത്തു. അലൂഷി പെട്ടെന്ന് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റതും മമ്മി മകൻ്റെ തോളിൽ പിടിച്ചു. മോനെ, നീ വെറുതെ വഴക്കിനൊന്നും നിൽക്കല്ലേ. ഒന്നാമത് മമ്മിക്കൊരു സമാധാനമില്ല. അതിൻ്റെ ഇടയ്ക്ക് നീ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. മമ്മി അകത്തേക്ക് പോയിക്കോളൂ, അവൻ കടുപ്പത്തിൽ പറഞ്ഞു. അലൂഷി, മമ്മി ഞാൻ പറയുന്നത് കേൾക്ക്, കയറിപ്പോയിക്കോളൂ. അവൻ പിന്നെയും ഗൗരവത്തിലായി. പിന്നീട് ആൻസി കൂടുതലൊന്നും പറയാതെ റൂമിൻ്റെ അകത്തേക്ക് പോയി. ഓട്ടോ ഒതുക്കിയിട്ട ശേഷം ബാബുരാജ് അലൂഷയുടെ അരികിലേക്ക് സാവധാനം നടന്നു വന്നു. മകളുടെ വിവാഹം ക്ഷണിക്കാനുള്ള വരവാണോ? എങ്കിൽ അവിടെ നിന്ന് വിളിച്ചിട്ട് പോകാം, അകത്തേക്ക് വരണമെന്നില്ല. തൻ്റെ ചെരുപ്പൂരി ഇട്ട ശേഷം സിറ്റൗട്ടിലേക്ക് കയറാൻ തുടങ്ങിയ ബാബുരാജിനെ നോക്കി അലൂഷി ഉറക്കെ പറഞ്ഞു. അലൂഷയോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതിനാണ് ഞാൻ വന്നത്. പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു പോയിക്കോളാം. ബാബുരാജ് ദയനീയമായി അലൂഷയെ നോക്കി. നിങ്ങൾ പറഞ്ഞിടത്തോളം മതി, ഇനി കൂടുതലൊന്നും വേണമെന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കുവാനാണ് മോനെ. ഒരു 10 മിനിറ്റ് സമയം മതി. തനിക്ക് ഇത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കാനൊക്കെ അറിയോ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞാനും എൻ്റെ പപ്പയും പെങ്ങളുമൊക്കെ തൻ്റെ വീട്ടിൽ വന്നപ്പോൾ താൻ പെരുമാറിയത്. മോനെ, മാപ്പ് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിപ്പോയി ഞാനിപ്പോൾ. നിങ്ങളുടെ മാപ്പ് പറച്ചിലൊന്നും സ്വീകരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. എന്താണ് വന്നതെന്ന് പറഞ്ഞിട്ട് തനിക്ക് പോകാം. ഞാൻ കുറച്ച് തിരക്കിലാണ്. അത് പിന്നെ മോനെ, സാധിക്കുമെങ്കിൽ മോൻ ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരാമോ? വന്നിട്ട് പെട്ടെന്ന് മടങ്ങിപ്പോയിക്കോളൂ. എൻ്റെ മോൾക്കൊന്ന് കാണാനാണ്. അലോഷയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഓഹോ, അത് ശരി. വേറെന്തെങ്കിലും പറയാനുണ്ടോ? അവിടേക്ക് വന്നാൽ മാത്രം മതിയോ? അവൻ പുച്ഛഭാവത്തിൽ ബാബുരാജനെ നോക്കി. ഒന്ന് വന്നിട്ട് വേഗം മടങ്ങിപ്പോന്നോളൂ. ഒരേ ഒരു തവണ ഒന്ന് വന്നാൽ മതി. എൻ്റെ മോൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണ് അലോഷയെ കാണാൻ. ഇറങ്ങിപ്പോടോ. തൻ്റെ മോളുടെ ഒരാഗ്രഹം. ഞങ്ങളുടെ എല്ലാമായ പപ്പയെ ഞങ്ങൾക്ക് നഷ്ടമായത് തൻ്റെ മകളെ സ്നേഹിച്ച പേരിലാണ്. തൻ്റെ മകളെ ഈ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഇവിടെ ഏറ്റവും ആഗ്രഹിച്ചത് ഞങ്ങളുടെ പപ്പയാണ്. എത്രയോ തവണ നിങ്ങളുടെ വീട്ടിൽ വന്ന് യാചിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളൊരു പട്ടിയെപ്പോലെ ആട്ടിപ്പായിച്ചു. ഏതോ പുളിങ്കൊമ്പനെ കൊണ്ട് കെട്ടിക്കാൻ താൻ പരക്കം പാഞ്ഞു നടന്നു. ആളുകളുടെയൊക്കെ മുന്നിൽ വെച്ച് എൻ്റെ പപ്പയെ താൻ അധിക്ഷേപിച്ചു. അതിൽ മനം നൊന്താണോ പപ്പയ്ക്ക് നെഞ്ചുവേദന വന്നത്? എൻ്റെ പപ്പ ഈ ലോകത്തു നിന്ന് പോയെന്നറിഞ്ഞിട്ട് പോലും പൗർണമിയൊന്നും വന്നില്ല. എന്നെ ഒരിക്കൽ പോലും അവളൊന്നും വിളിച്ചില്ല. ഞാൻ എത്രയോ തവണ അവളുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. എന്നിട്ടതൊന്ന് അറ്റൻഡ് ചെയ്യുവാനുള്ള മനസ്സ് പോലും അവൾ കാട്ടിയില്ല. ഞാൻ ശരിക്കും അവളെ പഠിച്ചു കേട്ടോ. അതിന് കാരണക്കാരൻ താനും കൂടിയാണ്. എൻ്റെ മര്യാദ വെച്ചാണ് ഈ വീട്ടിൽ താനിപ്പോൾ നിൽക്കുന്നത് പോലും. ഇവിടെ നിറക്കി വിടുന്നതിന് മുന്നേ വേഗം പോകാൻ നോക്ക്.
അലോഷി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബാബുരാജിനെ നോക്കി ശബ്ദമുയർത്തി. മോനെ, ഞാനൊന്ന് പറയട്ടെ. അവൾ അവൾക്ക് തീരെ വയ്യ മോനെ. എൻ്റെ പൊന്നുമോൾക്ക് ഓർമ്മ പോലുമില്ല. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റ്. എന്നാൽ ഞാൻ ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക. ഒന്ന് വരാമോ മോനെ? അവളെ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോളൂ. അലോഷയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ബാബുരാജ്. അയാളുടെ സംസാരം മുഴുവൻ അകത്തുനിന്നും കേട്ട ആൻസിയും തിടുക്കത്തിൽ സിറ്റൗട്ടിലേക്ക് ഓടിയിറങ്ങി വന്നു. പൗർണമി പാവമാണ് മോനെ, എൻ്റെ മോള് പാവമാ. ഒരേ ഒരു തവണയൊന്ന് വാ മോനെ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ഒന്ന് കാണാമോ? അയാൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ബാബുരാജിൻ്റെ വാക്കുകൾ കേട്ട് അലോഷി തരിച്ചു നിൽക്കുകയാണ്. പൗർണമിക്ക് എന്താണ് പറ്റിയത്? പിന്നിൽ നിന്നും ആൻസിയുടെ ശബ്ദം. അത് കേട്ടതും ബാബുരാജ് നിലത്തുനിന്ന് എഴുന്നേറ്റു. അവൾക്ക് സുഖമില്ലാണ്ടിരിക്കുക. എൻ്റെ മോളൊരു ഭ്രാന്തിയെ പോലായി. പറ്റുമെങ്കിൽ ഒന്ന് വന്ന് കാണും, അപേക്ഷയാണ്. അവരോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ബാബുരാജിൻ്റെ ഫോൺ റിങ് ചെയ്തത്. എടുത്തു നോക്കിയപ്പോൾ ഉമയാണ്. ഹലോ ഉമേ. ബാബുചേട്ടാ ഒന്ന് വന്നേ, മോൾ ഇവിടെ ആകെ ബഹളമാ. ആളുകളൊക്കെ കൂടി നിൽക്കുക. പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഉമ ഫോണിലൂടെ ഉറക്കെ കരയുന്നത് അലോഷയും ആൻസിയും ഒരുപോലെ കേട്ടു. പിന്നീട് അവരോടൊന്നും പറയാതെ കൊണ്ട് അയാൾ മുറ്റത്തേക്കിറങ്ങി ചെരുപ്പിട്ടുകൊണ്ട് തിടുക്കത്തിൽ ഓട്ടോയിലേക്ക് കയറി. അലോഷി, പൗർണമിക്ക് എന്താണ് മോനെ പറ്റിയത്? അറിയില്ല മമ്മി, ഞാൻ പോയിട്ട് വേഗം വരാം. ഞാനും കൂടി വരാം മോനെ, നീ തനിച്ചു പോകണ്ട. ഏയ്, മമ്മി ഇവിടെ നിന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. കാറിൻ്റെ ചാവി എടുത്തുകൊണ്ട് അലോഷിയും വേഗം ഇറങ്ങി. അലോഷിയുടെ കാർ അകന്നു പോകുന്നത് നോക്കി ആൻസി സിറ്റൗട്ടിൽ നിന്നു. എൻ്റെ കർത്താവേ, നീ എൻ്റെ മോനെ കാത്തോളേ. അവർ ചുവരിലെ ക്രൂശിത രൂപത്തെ നോക്കി കുരിശു വരച്ചു. ഈ സമയത്ത് പൗർണമിയാണെങ്കിൽ അലോഷിയെ കാണണമെന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുകയാണ്. പല ആളുകളും റോഡിലും മുറ്റത്തുമായി നിൽപ്പുണ്ട്. പഞ്ചായത്ത് മെമ്പർ വന്നിട്ട് ഉമ്മയോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലാക്കിക്കൂടെ? ഇത് വെറുതെ നാട്ടുകാർക്ക് മൊത്തം ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലേ നിങ്ങൾ? കിടന്നുറങ്ങാൻ പോലും സാധിക്കുന്നില്ലെന്നാണ് അയൽ വീട്ടുകാരൊക്കെ പരാതി പറയുന്നത്. ഞങ്ങൾ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം സാറേ. ചേട്ടൻ ഇവിടെ ഇല്ല, ഉടനെ എത്തും. എന്നിട്ട് ഇന്ന് തന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. നിങ്ങൾ ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായില്ലേ? എന്നിട്ട് എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്? അത് പിന്നെ മോളോട് എത്ര പറഞ്ഞിട്ടും അവൾ വരാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോലീസിൽ വിവരം അറിയിക്കാം. അവർ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോട്ടെ. അയ്യോ, അതൊന്നും വേണ്ട സാറേ. ഉറപ്പായിട്ടും ഞങ്ങൾ ഇന്ന് തന്നെ മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഇന്ന് ലാസ്റ്റ് ഡേറ്റാണ്. ഈ ഒരു ദിവസം കൂടി ഞങ്ങൾ നോക്കും. എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ ആക്ഷൻ എടുക്കും. ഉമ്മ പഞ്ചായത്തിലെ ആളുകളോട് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ബാബുരാജിൻ്റെ ഓട്ടോറിക്ഷ വരുന്നത് എല്ലാവരും കാണുന്നത്. അയാൾ ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടതും അകത്തെ മുറിയിൽ പൂട്ടിയിട്ടിരുന്ന പൗർണമി വാതിലിൽ വന്ന് ശക്തമായി മുട്ടുകയാണ്. അലോഷിച്ചായും വന്നു. ഈ വാതിലൊന്ന് തുറന്നേ അമ്മേ. എൻ്റെ ഇച്ചായനെ ഞാനൊന്ന് കാണട്ടെ. പ്ലീസ് അമ്മേ, പ്ലീസ്. അവൾ പിന്നെയും ശക്തിയിൽ കൊട്ടുകയാണ്. എൻ്റെ അച്ഛൻ എന്നോട് വാക്ക് പറഞ്ഞിട്ട് പോയതാ, ഇച്ചായനെ കൂട്ടിക്കൊണ്ട് ഇന്നും മടങ്ങി വരുമെന്ന്. അമ്മ എവിടെയാ? അമ്മയൊന്നും ഇങ്ങോട്ട് വരുമോ? അവൾ ഉറക്കെ വിളിച്ചു. ബാബുരാജ്, ഈ കുട്ടിയെ എങ്ങനെ വീട്ടിലിട്ടാൽ മതിയോ? എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. അടുത്ത വീട്ടിലെ രാജൻ ചേട്ടൻ ബാബുരാജിനോട് പറഞ്ഞു. നിറഞ്ഞ മിഴിയാലേ അയാൾ അയൽക്കാരനെ ഒന്ന് നോക്കി. എന്നിട്ട് ആരോടും ഒന്നും മിണ്ടാതെ കുനിഞ്ഞ ശിരസുമായി ഉമ്മറത്തേക്ക് വന്നു. ഉമയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാബു തൻ്റെ ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി എന്തൊരു ബഹളമാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇനിയും ഉദാസീന മനോഭാവമാണെങ്കിൽ എന്നതെങ്കിലും നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഇന്നൊരു ദിവസം കൂടി എനിക്ക് തന്നാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ നോക്കിക്കോളാം. അയാൾ അവരുടെ നേർക്ക് കൈകൂപ്പി. ബാബുരാജ് അകത്തേക്ക് കയറി വാതിലടച്ചതും ആളുകളെല്ലാവരും പതിയെ പതിയെ അകന്നു മാറിപ്പോയി. അച്ഛാ, ഇച്ചായനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചല്ലേ? അച്ഛൻ ദുഷ്ടനാ, ചതിയനാ. എൻ്റെ ഇച്ചായനെ കൊണ്ടുവന്നില്ലല്ലോ. പൗർണമി ഉറക്കെ കരഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി പദം പെറുക്കി. എൻ്റെ മോൾ എന്തെങ്കിലും കഴിക്കുവോടാ? അച്ഛൻ്റെ പൊന്നല്ലേ,
ഇച്ചായൻ വന്നാൽ മാത്രം ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. അവൾ മുഖം വെട്ടിത്തിരിച്ചു. ഇച്ചായൻ വരുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ടിരിക്കാമോ? ഇല്ല. അതെന്താടാ, നല്ല മോളല്ലേ. ബാബുരാജും ഉമയും ആവുന്നത്ര ശ്രമിച്ചു നോക്കി അവളെ കൊണ്ട് എന്നതെങ്കിലും കഴിപ്പിക്കാൻ. പക്ഷേ പൗർണമി വെറുതെ കട്ടിലിൽ കയറി ചുരുണ്ടു കൂടിയിരുന്നു, മുഖം മുട്ടിന്മേൽ ഒളിപ്പിച്ചുകൊണ്ട്. വണ്ടി ഒതുക്കിയിട്ട ശേഷം അലോഷി നടന്നു വരികയാണ്. ആളുകളിൽ പലരും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു. ആ പെണ്ണിനെ ചങ്ങലക്കിടണം, അല്ലാതെ ഇത് ശരിയാവും തോന്നില്ല. അതുമാത്രം അലോഷി ശരിക്കും കേട്ടുള്ളൂ. പൗർണമിയുടെ വീട്ടിലേക്ക് കയറി ചെന്നതും മുൻവശത്തെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ബാബുരാജന്റെ ഓട്ടോറിക്ഷ മുറ്റത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ ഓർത്തു. ചെന്ന് കോളിംഗ് ബെല്ലിൽ അമർത്തിയ ശേഷം അലോഷി ഉമ്മറത്തേക്ക് കയറി. ബാബുരാജ് ഒന്ന് വാതിൽ തുറന്നു. അലോഷിയെ കണ്ടതും അയാളുടെ മിഴികൾ നിറഞ്ഞു. പൗർണമി? അവൻ അകത്തേക്ക് നോക്കി ചോദിച്ചു. ഇവിടുണ്ട്, മോൻ വാ. അയാൾ അവനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ചാരിക്കിടന്ന വാതിൽ തുറന്നുകൊണ്ട് അലോഷി അകത്തേക്ക് നോക്കിയപ്പോൾ ബെഡിൽ ചുരുണ്ടുകൂടി ചെരിഞ്ഞു കിടക്കുന്ന പൗർണമിയായിരുന്നു അവൻ കണ്ടത്. പൗമി! അലോഷി വിളിച്ചതും പെട്ടെന്നവൾ ചാടി എഴുന്നേറ്റു. അലോഷി പകച്ചു നിന്നുപോയി. അവളെ കണ്ട മാത്രയിൽ മെലിഞ്ഞു വിളറിയ ഒരു രൂപം, നീണ്ടു മെലിഞ്ഞ കഴുത്തിൽ താൻ അണിയിച്ച താലിമാല, അതായിരുന്നു അവൻ്റെ കണ്ണിൽ ആദ്യം ഉടക്കിയത്. തിരിച്ചറിയാനാവാത്ത വിധം അവൾ മാറിപ്പോയിരുന്നു. തൻ്റെ പൗർണമിയാണോ ഇതെന്ന് പോലും അവൻ ഓർത്തു. എൻ്റെ ഇച്ചായം വന്നല്ലോ. ഓടി വന്നിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു. എന്നിട്ട് ഉറക്കെ കരഞ്ഞു, ഒരു കൊച്ചു കുട്ടിയെപ്പോലെ. അലോഷിക്കാകെ ഒരുതരം മരവിപ്പ് പോലെ. അവളിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വമിച്ചു. എത്ര നാളായി കണ്ടിട്ട്? എന്നോട് പിണക്കാണോ? പൗമി പാവല്ലേ ഇച്ചായ, ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്നോ. എന്നും പൗമി പറയുമായിരുന്നു ഇച്ചായനെ കൊണ്ടുവരാൻ. എന്നെ കാണാൻ എന്താ വരാഞ്ഞത്? മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് അവൾ പിന്നെയും ചോദിച്ചു. മോളൊന്നു വന്നേ, ഒരു കൂട്ടം പറയട്ടെ. ഉമ്മ വന്നു പിടിച്ചതും പൗമിയ കൈ തട്ടി മാറ്റി. മാറിക്കേ, എൻ്റെ ഇച്ചായനെ ഞാനൊന്ന് കാണട്ടെ. അലോഷിയുടെ മുഖവും കവളുമൊക്കെ അവൾ തൻ്റെ വലം കൈ കൊണ്ട് പിടിച്ചു നോക്കി. അലോഷിയാണെങ്കിൽ പൗർണമിയെ വീണ്ടും നോക്കി. മുടിയൊക്കെ പാറിപ്പറന്ന്, കണ്ണൊക്കെ കുഴിഞ്ഞ് ഒരു രൂപം. കൈകളൊക്കെ വല്ലാണ്ട് ശോഷിച്ചു, വിരലുകൾ പോലും തീർത്തും മെലിഞ്ഞു. ഈശ്വര, തൻ്റെ പൗർണമി! എന്താണ് എൻ്റെ പൗമിക്ക് പറ്റിയത്? അവളുടെ കഴുത്തിലെ മിന്നുമാല കാണുന്തോറും അവന് നെഞ്ചു പൊട്ടി. ഇക്കുറി അലോഷിയും കരഞ്ഞു പോയിരുന്നു. അത് കണ്ടതും പൗർണമി അവൻ്റെ കണ്ണീർ തുടച്ചു. ഇച്ചായ, എന്നെ പറ്റി? എന്തിനാ എൻ്റെ ഇച്ചായം കരയുന്നേ? എന്നോട് പറയുന്നേ. അവളുടെ ചോദ്യം കേട്ടതും അവൻ്റെ മിഴികൾ നിറഞ്ഞു. മോളെ, നീ ഇങ്ങോട്ട് വന്നേ. കണ്ടോ അലോഷിക്ക് വിഷമമായത്? ബാബുരാജ് ഒരു പ്രകാരത്തിൽ അവളെ അലോഷിയിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൾ അവനെ അള്ളിപ്പിടിച്ചു നിന്നു. ഇല്ല, ഞാൻ വരില്ല. എൻ്റെ ഇച്ചായൻ്റെ അടുത്തുനിന്ന് ഞാൻ എങ്ങോട്ടും വരില്ല. അവൾ ബാബുരാജിൻ്റെ കയ്യിൽ ആഞ്ഞു കടിച്ചു. തുടരും.